അതെ. എട്ട് പേരുണ്ട് പുതുതായിട്ട് കുർബാന സ്വീകരിക്കാൻ. 8 പുതിയ മക്കളാണ് ഉള്ളത്. അവർക്കായിട്ടുള്ള സിറ്റിംഗ് ആണ് ഈ നടുക്കത്തെ ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, അവരും അവരുടെ പേരൻസും. ആൾക്കാരൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് കുർബാന സ്വീകരിക്കുന്ന 8 പേരാണെങ്കിലും അവരുടെ പേരൻസ്, അവരുടെ റിലേറ്റീവ്സ്, അങ്ങനെ അയൽവക്കക്കാർ, ഒരുപാട് ആൾക്കാർ ഇന്ന് പള്ളിയിലുണ്ടാവും. ഇന്നൊരൊറ്റ കുർബാനയെ പള്ളിയിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനിയിപ്പം പ്രദക്ഷിണത്തിൻ്റെ സമയമാണ്. പ്രദക്ഷിണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാരിഷ് ഹാളിലോട്ട് എല്ലാവരും ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അവിടെ അച്ഛനും അവിടെ വികാരി അച്ഛനും പിന്നെ ഒരുങ്ങിയിരിക്കുന്ന 8 മക്കളെ ഒരുക്കി സിസ്റ്ററാണ് ഒരുക്കി നിർത്തിയിരിക്കുന്നത്. അവരെ ഇങ്ങനെ റാസയായിട്ട് പള്ളിയിലോട്ട് കയറും. നമ്മുടെ പ്രദക്ഷിണം തുടങ്ങി. പള്ളിയിലെ കുർബാനയുടെ ഇടയിലൊന്നും സ്വീകരിക്കാൻ ഒന്നും എന്താ പറയുക, നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. കുറച്ച് ഭാഗ്യമുള്ളൂ. വികാരി അച്ഛൻ ഉൾപ്പെടെ എല്ലാവരും പള്ളിക്കകത്തോട്ട് പ്രവേശിക്കുന്ന ചടങ്ങാണിത്. ഓരോ മക്കളും അവരുടെ പേരൻസ്. കുറച്ച് മുമ്പേ കാണിച്ചിരുന്ന കസേരയിലില്ലേ, അവിടെ അവരും അവരുടെ പേരൻസും ചെന്നിരിക്കണം. അങ്ങനെയായിരുന്നു അറേഞ്ച്മെൻറ്റ്സ്. പിന്നെ കുർബാന സ്റ്റാർട്ട് ചെയ്യുക. വികാരി അച്ഛനും കയറി. ഇനിയിപ്പോൾ നമ്മൾ കുർബാന സ്റ്റാർട്ട് ചെയ്യുക. ഏകദേശം 1.5-2 മണിക്കൂറോളം നീണ്ടുന്ന പാട്ട് കുർബാനയായിരിക്കും. ഇത് അന്നമോളുടെ വക ഒരു വോട്ട് ഓഫ് താങ്ക്സ് ആയിരുന്നു ലാസ്റ്റ്. കുർബാന സ്വീകരിച്ച 8 മക്കൾക്കും അച്ഛൻ്റെ വക വിശുദ്ധ ഗ്രന്ഥം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുർബാനയ്ക്ക് ഒരുക്കിയ സിസ്റ്ററിനും പള്ളിയുടെ വക ഒരു ഉപഹാരവും കൊടുത്തു. ഇവിടെ നമ്മുടെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. അച്ഛൻ്റെ ആശീർവാദത്തോടുകൂടി എല്ലാവരും ഇറങ്ങുകയാണ്. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. എല്ലാവരും കാണണം. കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു.